വല്ലാത്ത കാറ്റ് അടിക്കുന്നേ. ചെറിയ കാറ്റ് ശാന്തമായെന്നും പറഞ്ഞ് നീ നെകളിച്ച് നടക്കരുത്. മുങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അക്കരയ്ക്ക് കയറണമെങ്കിൽ നിന്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ നീ മുട്ടുകുത്തണം. നിന്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ നീ കീഴ്പ്പെടണം. പൗലോസ് ഉടമസ്ഥന് കീഴ്പ്പെട്ടു. സ്വോത്രം പറഞ്ഞേ. പൗലോസ് ആർക്ക് കീഴ്പ്പെട്ടു? ഉടമസ്ഥന് കീഴ്പ്പെട്ടു. എന്നിട്ട് പറയുക, എൻ്റെ ഉടയവനും. ആ ചങ്കത്ത് കൈവച്ച് ഇന്ന് രാവിലെ എൻ്റെ മാതാപിതാക്കളൊന്ന് പറയാമോ? എൻ്റെ ഉടയവനും. സ്വോത്രം. ഇത് പറയുമ്പോൾ നമുക്കൊരു ആർജവം ഉണ്ടാകണം. ഇത് വെറുതെ പറയരുത്. നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഇത് എൻ്റെ ഉടമസ്ഥനാണ്, എനിക്കൊരു ഉടയവനുണ്ട്. രാമേൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഒരു ആടിനെ ആമേൻ അഴിച്ചു വിട്ടെന്നിരിക്കട്ടെ. നമുക്കതിനെ കല്ലെടുത്തെറിയാനോ ഓടിക്കാനോ നമുക്ക് പ്രമാണമില്ല. കാരണം ആ ആടിനെന്തോ ഉണ്ട്, ഒരു ഉടയവൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഇടയൻ്റെ ആടുകളാണ്. നമ്മളെ തൊഴുത്തി കയറ്റുന്നതും തൊഴുത്തിൽ നിറക്കുന്നതും ഒക്കെ ആ ഇടയനാ. നമുക്ക് ആരുണ്ട്? ഇപ്പം നമ്മൾ അനാഥരല്ല. 17-ാം ദിവസം ഞാൻ പറയാം, നീ ആരും ഇല്ലാത്ത വ്യക്തിയല്ല. ഒരുപക്ഷെ നിന്റെ വിഷയത്തിൻ്റെ പുറത്ത് പാസ്റ്റർ പോലും കണ്ടില്ലെന്ന് വരാം. നാളെ ഈ പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും നിങ്ങളുടെ വിഷയത്തിൽ നാളെ കണ്ടില്ലെന്ന് വരാം. പക്ഷെ നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരു ഉടയവനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഈ പ്രതികൂല കാറ്റിനകത്ത്, വല്ലാത്ത കാറ്റിനകത്ത് പൗലോസ് പറയുക, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? പൗലോസേ, ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരെ നോക്കി പറയുക, നിങ്ങളുടെ പേര് വിളിച്ചു പറയുക, ഭയപ്പെടേണ്ട. ചില വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്ന് ദൈവാത്മാവ് 17-ാം ദിവസവും ദൈവാത്മാവ് എന്നോട് പറയുന്നു. ഇന്ന് രാവിലെ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട്, അമ്മമ്മമാരോട്, എൻ്റെ സഹോദരങ്ങളോട്, ഈ പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടേണ്ട. നിന്റെ ഭാവി കാര്യങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ ശരീരത്തിലെ രോഗാവസ്ഥകളെ ഓർത്ത് ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നിനക്കൊരു ഉടമസ്ഥനുണ്ട്. അവൻ ആ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യൂ. പൗലോസേ, നീ വഴിയിൽ പട്ടുപോകത്തില്ല. പൗലോസേ, നീ വഴിയിൽ വെന്തുപോകത്തില്ല. പൗലോസേ, നീ ഇതിനകത്ത് വെള്ളം കുടിച്ച് ചാകത്തില്ല. കാരണം നിന്നെ സൃഷ്ടിച്ച നിന്റെ ഉടമസ്ഥൻ, നിന്നെ നിർമ്മിച്ച ദൈവം. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ളത്, നിന്നെ നിർമ്മിച്ചവനായി ഉടമസ്ഥൻ അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ലെന്ന് വിശ്വസിച്ച് നിങ്ങൾ ആമേൻ പറഞ്ഞ് ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്ക്. ഈ ആലയത്തിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. വിശ്വാസത്തെ പറയണം. പൗലോസ് കരയ്ക്ക് കയറിയിട്ടല്ല പറഞ്ഞത്. പൗലോസ് കര കണ്ടിട്ടല്ല പറഞ്ഞത്. ആ ഇരുട്ടത്ത് കിടന്നുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ അങ്ങനെ മരിക്കാനുള്ളവനല്ല, ഞാൻ അങ്ങനെ തീരാനുള്ളവനല്ല. ആമേ, മാലൂമിയുടെ വാക്കെനിക്ക് പ്രശ്നമല്ല, എനിക്ക് കപ്പിത്താന്റെ വാക്കെനിക്ക് വിഷയമല്ല, കപ്പലുടമയുടെ വാക്കെനിക്ക് വിഷയമല്ല. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞു, നീ മുങ്ങത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നില്ല. പൗലോസേ എന്ന് വിളിച്ച് ഈ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾക്കകത്തിറങ്ങുന്ന, നിന്റെ പ്രതികൂലങ്ങൾക്കകത്തിറങ്ങുന്ന, നിന്റെ കണ്ണുനീരിനകത്തിറങ്ങുന്ന, നിന്റെ വേദനകൾക്കകത്തിറങ്ങുന്ന, ആരോടും പറയാതെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില വിഷയത്തിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് 17-ാം ദിവസം ഈ ദൂതിനെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. ശക്തിയോടെ കരമടിച്ച് ദൈവസന്നിധിയിൽ വല്ലാത്ത കാറ്റ്, അഴിഞ്ഞു മാറുന്ന കാറ്റ്,
ആ അയൽവക്കക്കാരനെയും കൊണ്ട് സഹിക്കാൻ വയ്യാത്ത കാറ്റ്, ആ ഭർത്താവിനെയും കൊണ്ട് സഹിക്കാൻ കഴിയാത്ത കാറ്റ്, ആ കുഞ്ഞിനെയും കൊണ്ട് സഹിക്കാൻ കഴിയാത്ത കാറ്റ്, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, പിശാച് നിന്നെ നോക്കി പറയും, ഇവിടം കൊണ്ട് തീർന്നു, ഇനി അങ്ങനെ മുമ്പോട്ട് പോകില്ല. പക്ഷെ വെളിപ്പാട് പ്രാപിച്ച ദൈവത്തിന്റെ ദാസൻ പറയുക, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം. ആ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ഒരുത്തനും, എൻ്റെ കൂടെയുള്ള ഒരുത്തനും. ആ വാക്കിൽ നിങ്ങൾ പിടിക്കു പ്രിയരെ. ഇന്ന് രാവിലെ ഈ ആലയത്തിലുള്ള ഒരു വ്യക്തിയും മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കയില്ല. അതുകൊണ്ട് പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞത്, നീ വെള്ളത്തിൽ കൂടെ കടന്ന അവ നിന്നെ മുക്കുകയില്ലെന്ന്. പെരുവെള്ളം ഇരമ്പി വന്നാലും നീ അതിനകത്ത് മുങ്ങിപ്പോകില്ലെന്ന്. തീ നിനക്ക് നീര വന്നാൽ അവ നിന്നെ ദഹിപ്പിക്കില്ലെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റ വാക്ക് വിശ്വസിച്ചാൽ മതി, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഞാൻ 20 ഇരുന്നു, ഞാൻ 40 ഇരുന്നു, ഞാൻ 7 ഇരുന്നു, അതുകൊണ്ട് എൻ്റെ കാര്യത്തിന് വിടുതൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. പകരം നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ ജൽപ്പനം ചെയ്യണം, എന്ത്? എനിക്കൊരു ഉടമസ്ഥനുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ അപ്പൻ ഞാനായിരിക്കും, എൻ്റെ കൊച്ചിൻ്റെ അമ്മ ഞാനായിരിക്കും, പക്ഷേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമസ്ഥൻ്റെ അടുക്കെ വന്നേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ മക്കളുടെ വിഷയത്തിൽ അവർക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, നാവുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല. അവനെ വെച്ചെടുത്ത് തന്നെ അവൻ ഇരിക്കുന്നു, എടുത്തു മാറ്റുന്നു, കണ്ണ് പിരിയുന്നു, നടുന്നു, ആമനല്ലിയ പെയിന്റ് ചെയ്യുന്നില്ല, ആമൻ ഇതെല്ലാം ചെയ്യുന്ന ദൈവത്തെ അല്ല നമ്മുടെ ദൈവം. വേദപുസ്തകത്തിൽ പറയും, തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ തകരുന്നോ, എവിടെ മുടിയുന്നോ, എവിടെ തീക്കകത്ത് പോകുന്നോ അവിടെ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് 17-ാം ദിവസം ഞാൻ ആത്മാവി പറയാ, എന്തൊക്കെ ജീവിതത്തിന്റെ നേരെ നിന്നാലും ഇന്ന് പകൽ ഇവിടെ നിന്ന് ഇറങ്ങി ഈ ഗേറ്റ് വിട്ട് അകത്ത് പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ പറയണോ, എനിക്ക് ഒരു ഉടമസ്ഥനുണ്ട്. ആമേ. എനിക്കെന്തോ ഉണ്ട്? ഒരു ഉടമസ്ഥനുണ്ട്. ഉടമസ്ഥൻ്റെ പണി എന്ന് ചോദിച്ചാൽ, തൻ്റെ കീഴിൽ തൻ്റെ അധികാരത്തിൽപ്പെട്ട വ്യക്തികളെ അവരുടെ ആവശ്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ചെടി ഒരു വ്യക്തി ഒരു ഉടമസ്ഥതയിൽ നടുക എന്ന് ചിന്തിച്ചു. ആ ഉടമസ്ഥനാണ് വളമിടേണ്ടത്, ആ ഉടമസ്ഥനാണ് വെള്ളം സമയത്തൊഴിക്കേണ്ടത്, ആ ഉടമസ്ഥനാണ് അതിൻ്റെ കാടുകൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന കളകൾ എടുത്ത് കളയേണ്ടത്. അങ്ങനെങ്കിൽ നമുക്ക് ഒരു ഉടമസ്ഥനുണ്ടെങ്കിൽ കൈയും കെട്ടിയിരിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും തക്ക സമയത്ത് വെള്ളം തരാൻ, തക്ക സമയത്ത് വളം തരാൻ, തക്ക സമയത്ത് നമ്മളോളം പൊങ്ങി വരുന്ന കളകളെ പറിച്ചു കളയാ നമ്മുടെ ഉടമസ്ഥന് കഴിയുമെങ്കിൽ, ഇന്ന് രാവിലെ നിന്നോളം വളരുന്ന കളകളെ ആ ദൂത് നീ ഏറ്റെടുക്ക. നിന്റെ കുഞ്ഞുങ്ങളോളം വളരുന്ന കളകളെ, നിന്നോളം വളരുന്ന കളകളെ, എന്താ ആ കള? പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങൾ, അതിനെ പറിച്ചു കളയാ ഉടമസ്ഥന് അധികാരമുണ്ട്. നിന്നോളം ആ ദൂതേറ്റെടുക്ക്, ആ ദൂതേറ്റെടുക്ക്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, നിന്നോളം വളരുന്ന കളകൾ, നിന്റെ തലമുറയോളം വളരുന്ന കളകൾ ഇന്ന് രാവിലെ ഉടമസ്ഥൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലത് പറിച്ചു കളയാതെ വെച്ചിരിക്കുന്നത് ഉടമസ്ഥന് പറ്റാത്തോണ്ടല്ല. ഉടമസ്ഥൻ പറയുന്നു, ഇപ്പോൾ പറിച്ച ഹല്ലേലൂയ നീയുടെ പറഞ്ഞു പോകും. അതുകൊണ്ട് ചില കളകളെ പറിക്കാത്ത എന്തിനറിയോ? ചില കളകളെ പറിക്കാത്ത എന്തിനാ? അത് പിഴുമ്പോൾ നീയൂടെ പിഴുതു പോവും. സോദര, എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട് കളകളെ വെടിപ്പാക്കുന്നവൻ. അതാ ഉടമസ്ഥൻ.
നിന്നോളം വളരുന്ന കളകൾ എന്ന് പറഞ്ഞാൽ നിന്നോളം വളരുന്ന പ്രതികൂലങ്ങൾ, നിന്നോളം വളരുന്ന പ്രതിസന്ധികൾ, നിന്നോളം വളരുന്ന പോരാട്ടങ്ങൾ, നിന്നോളം വളരുന്ന രോഗങ്ങൾ, നിന്നോളം വളരുന്ന പ്രതിസന്ധികൾ, നിന്നോളം വളരുന്ന വെല്ലുവിളികൾ. നീ വളരും തോറും വെല്ലുവിളി വളർന്നുകൊണ്ടിരിക്കും. നീ വളരും തോറും പോരാട്ടങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നീ വളരും തോറും ചിലപ്പം രോഗങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. സ്തോത്രം പറഞ്ഞേ. നീ വളരും തോറും, നീ വളർന്നാലേ ഉള്ളൂ അതിനും എന്ത് വളർച്ച. ഏറ്റെടുക്കാമോ? 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 നീ വളർന്നാലേ അതും വളരത്തുള്ളൂ. പക്ഷെ നീ വളരും തോറും നിന്നോളം വളരുന്ന കള. പൗലോസ് പറഞ്ഞില്ലയോ ഇതൊന്നും മാറ്റിത്തരാൻ? കർത്താവ് എന്തോ പറഞ്ഞേ? ഞാനങ്ങ് പറിച്ച് കളയാന്ന് പറഞ്ഞോ? പറഞ്ഞോ? ചില കഷ്ടതകൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ നമുക്കുണ്ടെങ്കിലേ നമ്മൾ വളരത്തുള്ളൂ. ചില ശൂലങ്ങൾ നമുക്കുണ്ടെങ്കിലേ നമ്മൾ ദൈവസന്നിധി നിൽക്കത്തുള്ളൂ, നമ്മൾ ഉപവസിക്കത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ പ്ലാൻ കണ്ടോ? ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവമക്കളെ നിങ്ങൾ നോക്കൂ. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെ നിങ്ങൾ നോക്കൂ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കള അവരോളം വളർന്നു നിന്നിട്ടുണ്ട്. പക്ഷെ തമ്പുരാൻ പറിച്ച് കളഞ്ഞിട്ടില്ല. പകരം സഹിക്കാനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? ഇല്ലേ? ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോളം വളർന്നു നിൽക്കുന്ന കള, ഇത് കയറി വന്ന ദൂതാ കേട്ടോ, ഇത് പറയാനല്ല. ഇതാ ഈ ഓരോ സെഷനിൽ എന്ത് ഇതിങ്ങനെ വരിക. ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങളോളം വളരുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ലേ? എന്നിട്ടും നിങ്ങൾ നിൽക്കുന്നില്ലേ? നിങ്ങളത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ആ കളയല്ലേ നിന്നെ നിർത്തിയത്. ഒരു ജീവനോടൊരു സ്തോത്രം പറഞ്ഞേ. പക്ഷെ ഈ കള കണ്ട് നീ പേടിക്കരുത്, നീ മുരടിച്ചു പോകരുത്. പകരം നീ പറയണം, എനിക്കൊരു ഉടമയുണ്ട്, എനിക്കൊരു ഉടമസ്ഥൻ ഉണ്ട്. നീ എത്ര എന്നോളം വളർന്നാലും ഒരു സമയം നിന്റെ മൂട്ടിൽ ആമേൻ വാള് വെച്ചിട്ട് നിന്നെ എന്നെയും കൂടെ കൊയ്തെടുത്തെന്നിരിക്കും. പക്ഷേ ആ കണ്ടത്തില് കൂട്ടിവെച്ച കറ്റകൾക്കിടയിൽ നീ കാണും. പക്ഷെ അവസാനം ഉടമസ്ഥൻ കല്ലിലിട്ട് തല്ലുന്നൊരു സമയമുണ്ട്. തല്ലിക്കൂട്ടി വെച്ചിട്ട് മുറം വെച്ചിട്ട് വീശുമ്പോ ഇന്നലകളിൽ നിന്നെ വളർത്തിയ കളകളെല്ലാം പറന്നു പോകും. രാമൻ പറ, അതെല്ലാം എന്നെ ചെയ്യും ബാബുച്ച, പറന്നു പോകും. നിന്നെ തമ്പുരാൻ മണിയായി പുറത്തു കൊണ്ടുവരും. നിന്നെ വിലയുള്ളതാക്കി ദൈവം മാറ്റും. ഇന്ന് രാവിലെ ആത്മാവി സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. അത് ഉടമസ്ഥന്റെ കീഴിലുള്ള കാര്യമാണ്. അത് ആരുടെ കീഴിലുള്ള കാര്യമാണ്? ഉടമസ്ഥന്റെ കീഴിലുള്ള കാര്യമാണ്. എന്ത്? നല്ലത് മറ്റേത് തമ്മിൽ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്നത്. അതുകൊണ്ട് നിന്നോളം വളർന്ന പ്രതിസന്ധിയെ നീ നോക്കി ഈ 17-ാം ദിവസം കരഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ദാവീദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്കറിയാമല്ലോ. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവ്. ഈ ദാവീദ് വളരാൻ കാര്യം, ദാവീദിൻ്റെ അപ്പനായി ഈശായുടെ വീട്ടിൽ വേറെ മക്കളില്ലാഞ്ഞോണ്ടല്ല. ഈശായുടെ വീട്ടിൽ വേറെ 5-6 ഉണ്ട്. അവരെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മസിലൊക്കെ ഉരുട്ടി എണ്ണയൊക്കെ ഇട്ട് ഒരു 10 മുട്ടയുടെ വെള്ളയൊക്കെ കഴിച്ച് അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുക. എന്തിനാ?
പട്ടാളത്തിൽ പോവാൻ. അപ്പനും അമ്മയും പറഞ്ഞു കൊള്ളാം, ഇവന്മാരെ എന്തിനു കൊള്ളാം, യുദ്ധം ചെയ്യാൻ കൊള്ളാം. എന്നാ ഒരുത്തനെ നോക്കി അപ്പം പറഞ്ഞ ഒരു പദമുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇവനെ കൊള്ളാമോന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇവനെ കൊള്ളാമോന്ന് തോന്നുന്നില്ല. പക്ഷെ അമ്മ ശമൂവേൽ ഒരു കാര്യം പറഞ്ഞു, കൊള്ളത്തില്ലയോ കൊള്ളുവോ അതെൻ്റെ വിഷയമല്ല. അവൻ വന്നിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യത്തില്ല, പന്തിയിലിരിക്കത്തില്ല. സ്തോത്രം പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിലൊരു ദൂത് ഞാൻ ഇങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുവരട്ടെ. ഈ വിഷയത്തിന് മറുപടി കിട്ടാതെ നമുക്ക് ഇനിയൊരു പന്തിയില്ല. അമ്മയും പറഞ്ഞേ, അമ്മയും പറഞ്ഞേ. ഈശായുടെ മക്കളെ എല്ലാവരെയും കണ്ടിട്ടും തൈലത്തിനകത്തൊരു വ്യത്യാസവുമില്ല, തൈലക്കൊമ്പിനകത്തൊന്നുമില്ല. പക്ഷെ ദാവീദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശമൂവേലിൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ഇങ്ങനെ അരിവെട്ടി തിളയ്ക്കുന്ന പോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഇവൻ തന്നെയാണ് അടുത്ത രാജാവ്. അപ്പൻ മാറ്റി നിർത്തിയെങ്കിൽ, ഒറ്റപ്പെടൽ അനുഭവിച്ചെങ്കിൽ, കാട്ടിക്കിടന്ന് വെള്ളം കുടിച്ചും കാട്ടിലെ ഖനികൾ ഭക്ഷിച്ചും ആടിന്റെ ദുർഗന്ധം ഭവിച്ച് കിടക്കേണ്ടി വന്നാലും നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ ദൈവശക്തനാണെന്ന് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ജീവിക്കുന്നു. ആമേൻ പറഞ്ഞേ, കരമടിച്ച് സ്തോത്രം പറഞ്ഞേ, ആത്മാവി സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നോട് പറയുക, പൗലോസേ നീ എന്ത് ചെയ്യണ്ട, നാളെ ആരും കൂടില്ലെന്നിരിക്കും. ഇന്ന് കാണുന്നത് ചിരിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരും കൂടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒറ്റപ്പെടുന്നൊരു സമയമുണ്ട്. പക്ഷെ അന്ന് കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. നിങ്ങൾ ഓർക്കുന്നോ, നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ആൾ എന്നും കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുന്ന നിങ്ങളെ കാണുമ്പോൾ തോളെ കൈയിടുന്ന, എന്തോ ഉണ്ട് സഹോദരി, എന്തോ ഉണ്ട് സഹോദര, ചോറ് കഴിച്ചോ, വെള്ളം കുടിച്ചോ, എന്താ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്ന ചോദിക്കുന്നവർ നാളെ നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം അവൻ നിങ്ങളുടെ ഉടമസ്ഥനാ. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു പാർട്ടിയുണ്ട്, എന്നെ വൈകിട്ട് ഉറക്കുന്നത് പുള്ളിയാ, രാവിലെ എഴുന്നേൽപ്പിക്കുന്നതും പുള്ളിയാ. ഉറക്കുന്നതും പുള്ളിയാ, എഴുന്നേൽപ്പിക്കുന്നതും പുള്ളിയാ. അപ്പം ഞാൻ മടുത്ത് 6 മണിക്ക് 5 മണിക്കൊക്കെ വിളിക്കും, പ്രാർത്ഥിക്കാനാ. ഓരോ വിഷയങ്ങളാ. ഒന്ന് കഴിയുമ്പോൾ അടുത്തതും കൊണ്ട് വരും. ഞാനങ്ങ് മടുത്ത്. ചില കോളൊക്കെ നമ്മളങ്ങ് മടുക്കും. എത്ര എണ്ണം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അറിയാമോ? ആവശ്യമില്ലാത്ത കോളുകൾ, ഒരിതുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം ചെയ്തു. ഈ വ്യക്തിയോട് ഞാൻ ഇച്ചിരി കാശ് ചോദിച്ചു, പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, മടുത്തതിനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ കാശ് ചോദിച്ചാൽ മതി. മടുത്തതിനെയൊക്കെ ഒഴിവാക്കണേ എന്തോ ചോദിച്ചാൽ മതി, കാശ് ചോദിച്ചാൽ. ഞാൻ എനിക്ക് വേണ്ടിയല്ല, മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ചോദിച്ചത്, കടവ ചോദിച്ചേ. പിന്നെ പുള്ളി വിളിച്ചിട്ടുമില്ല. ഇപ്പം 2 ദിവസമായിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇന്ന് ആരും കാണത്തില്ലെന്നേ, കാര്യം കഴിയുമ്പോൾ എല്ലാവരും പോകുന്നേ. പക്ഷെ നിന്റെ കൂടെ ആരുണ്ട്? പറ അല്ലേ സണ്ണി പാസ്റ്റേ, ആരുണ്ട്? അല്ലേ? അത് തൻ്റെ ഇടത്തോടെ പറയണം. 17-ാം ദിവസം പറയണം, എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന പലരും ഇല്ലെങ്കിലും എൻ്റെ ഉടമസ്ഥൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. പൗലോസ് പറയുകയാ, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോരെ,
ഓരോ ദൂത കർത്താവ് തരുന്നേ. സ്തോത്രം പറഞ്ഞേ. ഓരോ ദൂത. ഒരാമയം പറഞ്ഞേ. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയാം, 8 വർഷമായി ഗ്രേസ് TV തുടങ്ങിയിട്ട്. ഗ്രേസ് TV തുടങ്ങിയിട്ട് 8 വർഷം. ആദ്യത്തെ സംഭവമാണ് ക്യാമറ കട്ടായി നിൽക്കുന്നത്. ഇത്രയും വർഷം നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതല്ലേ. ഇതിൻ്റെ ആ ലൈവ് സെഷൻ മൊത്തം അടിച്ചു പോയത് ഈ ഉപവാസ പ്രാർത്ഥനയിലാണ്. പക്ഷെ ഞാൻ പതറുന്നില്ല. ഞാൻ ആവുന്ന വഴി എല്ലാം നോക്കി അതൊന്ന് ശരിയാക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ തൊടുന്ന വാതിലെല്ലാം അടഞ്ഞു പോവുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് പിശാചാ. ആരാ പറഞ്ഞത്? ഇതെന്തുവാ? ഇത് പിശാചാ. കാരണം 10 പേര് വിടുവിക്കപ്പെടരുത്. പ്രൈസലോ. കാരണം എന്താ അറിയാമോ? 5000-ഓളം ആളുകൾ കയറിയത് ഇപ്പോൾ 2000 താഴെയാ. കാരണം പിശാചിന്റെ പദ്ധതിയാ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, സേവിച്ചു നിൽക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട് ഒരു കേടും വരത്തില്ലെന്ന്. 2 മാസം കൂടെ കഴിയുമ്പോൾ ഗ്രേസ് TVയുടെ ആനിവേഴ്സറിയാ. അടിച്ചു പൊളിക്കും ഞാൻ. പിശാച് തോക്കും. പ്രൈസലോ. അവൻ പരാജയപ്പെട്ടവനാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടെന്നറിയോ? ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കുരുടാൻ കൈവച്ചോണ്ടിരുന്ന വില്ലേജോ അല്ലല്ലോ തഹസിൽദാർ വരെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രവർത്തന നിമിത്തം. ഇത് പിശാചിന് ഇഷ്ടമാണോ? ആമേൻ. ഇതിനെ തടയാൻ നോക്കും, ഇതിനെ ബന്ധിക്കാൻ നോക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാം, നിനക്കൊരു കേടും പറ്റത്തില്ല. ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ ആരൊക്കെ ഫോൺ ഓഫ് ചെയ്ത് പോയാലും ദൈവം നിന്നെ കൈവിടത്തില്ല. ആമേൻ പറ. ആമേൻ പറ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ആൻറ്റി, വേഗം നിർത്താം. ആ ആ ആ ആ എപ്പോഴാ നിന്ന്? രാത്രിയിൽ. എന്തോ പറഞ്ഞേ പൗലോസേ? ആ വാക്ക് കൊണ്ട് വേണം നമ്മൾ ഇന്ന് രാവിലെ ശക്തിപ്പെടാൻ. കർത്താവിന് കീഴ്പ്പെട്ടാൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. ദൈവസന്നിധി വന്നാൽ ഇങ്ങനെയുള്ള ശബ്ദമൊക്കെ എന്ത് ചെയ്യാം? കേൾക്കാം. ഇവിടെ വായിക്കുകയാണ്, നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. അടുത്തത്, നീ എവിടെ നിൽക്കും? അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എടാ, കൈസറിന്റെ മുമ്പിൽ നീ നിൽക്കുമെന്ന് ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ നീ ഈ കടലിൽ കിടന്ന് ചാകാൻ പറ്റുമോ? അത് തന്നെയല്ലേ യോഹന്നാന് പറ്റിയത്. യോഹന്നാനെ കണ്ടിട്ട് എന്ത് ചെയ്തു അറിയാമോ? ഞാൻ അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. യോഹന്നാനെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? അവനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വാരിയിടാനായിട്ട് നോക്കി. അപ്പം അതാരാ നോക്കിയേ? ചക്രവർത്തിയാ. അവനെ കൊല്ലാൻ വേണ്ടി നോക്കി. ഇനി യേശുവിനെ പ്രസംഗിക്കരുത്, പ്രാർത്ഥിക്കരുത്, മുമ്പോട്ട് പോകരുത്, മിനിസ്ട്രി അവസാനിപ്പിക്കണം. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? ഒരു ചുരുളും പിടിച്ചുകൊണ്ട് പത്മോസി നിൽക്കുക. എന്തിന്? യോഹന്നാനെ കാത്ത്. ഇവിടെ കിട്ടിയ യോഹന്നാനെ കാത്ത് കർത്താവ് എവിടെ നിൽക്കുക? ഒരു ചുരുളും പിടിച്ചുകൊണ്ട് പത്മോസി നിൽക്കുക. എന്തോ ആ ചുരുള്? 7 സഭയ്ക്കുള്ള ദൂതാ. മനസ്സിലായോ? 7 സഭയ്ക്കുള്ള ദൂതും പിടിച്ചുകൊണ്ട് യേശു അവിടെ നിൽക്കുക, പത്മോസി നിൽക്കുക. അന്നേരമാണ് വഴിയിലിട്ട് പിടിച്ച ഒരു ഹല്ലേലൂയ ചക്രവർത്തി പറയുവാണ്, നിന്നെ ഞാൻ കരിയാക്കുമെന്ന്. എടാ, വാഗ്ദത്തമുള്ളവനെ തൊടാൻ നീ കൈസരുടെ മുമ്പിൽ നിൽക്കുമെന്നൊരു വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ, നീ സൂര്യനെ കണ്ടില്ലെങ്കിലും നക്ഷത്രങ്ങളെ കണ്ടില്ലെങ്കിലും നീ നിന്നെ തന്നെ ശപിക്കുകയും പ്രാകുകയും ചെയ്യരുത്. പകരം പറയണം, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പറ സിസിലി ആൻറ്റി. ഇന്നൊന്നും കാണത്തില്ല. 17-ാം ദിവസമായിട്ടും സൂര്യനെ കണ്ടിട്ടില്ല. 17-ാം ദിവസമായിട്ടും ചന്ദ്രനെ നക്ഷത്രങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഒന്നും കണ്ടില്ലല്ലോ എന്നല്ല പറയണ്ടേ, എൻ്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം യോഹന്നാനെ കരിക്കട്ട പോലെ കോരിയെടുക്കാൻ നോക്കുമ്പോൾ ദൈവം അവിടെ ഇരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? യോഹന്നാന്റെ രോമം പോലും കരിയാൻ, കരിഞ്ഞ ഒരു മണം പോലും അടിക്കാൻ
എൻ്റെ ദൈവം അനുവദിച്ചില്ല. ആ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ യോഹന്നാൻ കിടന്നു. കഷ്ടതയില്ലെന്നല്ല പ്രിയരെ, തിളയ്ക്കുന്ന എണ്ണ ഇല്ലെന്നല്ല പ്രിയരെ, പക്ഷെ അതിൻ്റെ ശക്തിയെ കെടുത്താൻ ദൈവാത്മാവ് 17-ാം ദിവസം വീണ്ടും പറയുന്നു, നിനക്ക് നേരെ കോരിയിടുന്ന തിളയ്ക്കുന്ന എണ്ണ സമമായ വിഷയത്തിനകത്ത് അത് നിന്നെ ദഹിപ്പിക്കാൻ ദൈവം അനുവദിക്കില്ല. ഇന്നു പകൽ അതിനകത്ത് നിന്നെ ആമേൻ ഹല്ലേലൂയ പത്മോസിൽ എത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. കൈസരുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു ദൈവമഹത്വമുണ്ട്. ഞാൻ ഈ സെക്ഷൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. അത് രണ്ടും കൂടെ നിങ്ങൾ കണക്ട് ചെയ്തേ. പൗലോസ് കിടക്കുന്നത് പാതി വഴിയില. ആ പാതി വഴി കിടക്കുന്ന പൗലോസിനെ നോക്കി ശത്രു പറയുക, നീ കരകയറത്തില്ലെന്ന്. യോഹന്നാൻ പത്മോസിലേട്ടാ പോകുന്നത്, പാതി വഴി കിടക്കുകയാ. ശത്രു നോക്കി പറയുന്നു, നീ കരിക്കട്ടയാകുമെന്ന്. പക്ഷെ രണ്ടുപേരുടെ മേലും വാഗ്ദത്തമുണ്ട്. ഒന്നുകൂടെ പറയാ, രണ്ടുപേരുടെ മേലും വാഗ്ദത്തമുണ്ട്. പൗലോസിന്റെ മേൽ കിടന്ന വാഗ്ദത്തം ഏതാച്ചാ? നീ കൈസരുടെ മുമ്പിൽ. യോഹന്നാന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഏതാ? നീ പത്മോസിൽ നിൽക്കും. ഹല്ലേലൂയ. ഇനി ഇസ്രായേലിനെ നോക്ക്. ഇസ്രായേലിന്റെ മേൽ വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തം? വെച്ചിട്ടില്ലാത്ത വീട്, കുഴിച്ചിട്ടില്ലാത്ത കിണർ, നട്ടിട്ടില്ലാത്ത തൈ, പാല് തേന ഒഴുകുന്ന ദേശം നിനക്ക് സ്വന്തമായി കിട്ടുമെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ നോക്കാൻ പോയ 10 പറഞ്ഞു നടക്കില്ല. എന്തോ നടക്കത്തില്ലെന്നാ? അതിന്റെ വാസ്തവം പറഞ്ഞ ഇങ്ങനെയാണ്, ദൈവം പറഞ്ഞതൊന്നും നടക്കത്തില്ലെന്ന്. അങ്ങനെ ചിലരുണ്ട്, ദൈവം പറഞ്ഞാൽ പോലും പറയും നടക്കത്തില്ല. പ്രവാചകൻ പറഞ്ഞത് പോട്ടെ, പാസ്റ്റർ പറഞ്ഞത് പോട്ടെ, ഭാര്യ പറഞ്ഞത് പോട്ടെ, ഭർത്താവ് പറഞ്ഞത് പോട്ടെ, ദൈവം പറഞ്ഞത് പോലും പറയും നടക്കത്തില്ലെന്ന്. എന്ന 10 അങ്ങനെ പറഞ്ഞു, ദൈവപ്രവൃത്തിയെ ചോദ്യം ചെയ്തു. പക്ഷെ 2 പറഞ്ഞു, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കു പ്രിയരെ. ഇന്ന് രാവിലെ ഞാൻ അത് 3 കണക്ട് ചെയ്താ പറഞ്ഞേ. ആ 3 വിഷയം കൂടെ കണക്ട് ചെയ്തിട്ട് 4ാമത് നമ്മെ കൊണ്ടുവെക്കാം. നമ്മളോട് എന്തോ ഉണ്ട്? വാഗ്ദത്തമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തോ ഉണ്ട്? സ്തോത്രം പറയാവോ? സ്തോത്രം പറയാവോ? എൻ്റെ മോള് ജനിച്ച് 1 മണിക്കൂറിനകത്ത് കുമ്പനാട് നിന്ന് തിരുവല്ലയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. ലിജി കുമ്പനാട് ആ ലേബർ റൂമിൻ്റെ സൈഡിൽ കിടക്കുക. അപ്പോൾ കുഞ്ഞിനെ മാത്രം ഒരു ബോക്സിനകത്താക്കി എൻ്റെ കയ്യിൽ തന്നു. ഞാനൊരു കറുത്ത അംബാസഡർ കാറിനകത്ത് കയറി തിരുവല്ലയിൽ കൊണ്ടുവന്ന് അവിടെ ഇൻക്യുബേറ്ററിൽ വെച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, തിരുവല്ലയിലെ ഡോക്ടർ പറഞ്ഞു, കൂടി വന്ന 20 ദിവസം പ്രതീക്ഷിക്കേണ്ട. കാരണം 1 കിലോയും 30 ഗ്രാമും മാത്രമേ ഉള്ളൂ കുഞ്ഞ്. ശ്വാസം എടുക്കുന്നില്ല, സഡക്ഷനിൽ കിടക്കുക. 20 ദിവസം മാത്രം ജീവിക്കുകയുള്ളൂ. 20 ദിവസം അവിടെ കിടന്നു. 20 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചില്ല. അതുകൊണ്ട് അമൃതയ്ക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് ആംബുലൻസ്, എമർജൻസി ആംബുലൻസ് തിരുവല്ലയിൽ അവരുടെ വന്നിട്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് അമൃതയിൽ പോയിട്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് എക്കോ എടുത്തിട്ട് പറഞ്ഞു, എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ കുഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു പോകും. അപ്പം ഞാൻ ചോദിച്ചു, എത്ര രൂപ വേണം? അവർ പറഞ്ഞു 1.5 ലക്ഷം വേണം. അന്നത്തെ കാലത്ത് 1.5 ലക്ഷം എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് എനിക്ക് സർജറി ചെയ്യാൻ പറ്റിയില്ല. അപ്പം മരണം കാത്തു കിടക്കുന്ന കൊച്ചിനെ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിനെ കാണാൻ വരികയാണ്. കൊച്ചിനെ കാണാൻ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? സാധാരണ ഒരു കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ ആളുകളെല്ലാം വരാറുണ്ട്. അടുത്ത ഫ്രണ്ട്സോ വീട്ടുകാരോ വരുമ്പോൾ ഉടുപ്പ് കൊണ്ടു തരും. എൻ്റെ വീട്ടിലും ഈ സഹോദരൻ ബിജു എന്ന് പറയുന്ന സഹോദരൻ ഒരു ഉടുപ്പ് കൊണ്ടു തന്നു. ഞങ്ങളത് വാങ്ങിച്ചു. ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ആ ഉടുപ്പ് ഈ കുഞ്ഞിനിടാൻ പറ്റിയതല്ല. ഈ കുഞ്ഞ് ഉടുപ്പിടണമെങ്കിൽ 10 വയസ്സ് തികയണം. 10 വയസ്സ് തികഞ്ഞെങ്കിൽ മാത്രമേ ഈ ഉടുപ്പിടാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യമുണ്ട്, അവൻ എന്നെ കളിയാക്കാൻ കൊണ്ടുവന്നാണോ? ഞാൻ ചോദിച്ച ചോദ്യം, അവൻ എന്നെ കളിയാക്കാൻ കൊണ്ടുവന്നാണോ? കാരണം കുഞ്ഞിൻ്റെ ദിവസങ്ങൾ എണ്ണിക്കിടക്കുക. 10 വയസ്സിൻ്റെ ഉടുപ്പ് കൊണ്ടുവന്ന് ആമൻ എൻ്റെ കയ്യിൽ തരുമ്പോൾ ഞാൻ മാനുഷിക അർത്ഥത്തിൽ ചോദിച്ചതാ, കളിയാക്കാൻ കൊണ്ടുവന്നതാണോ? പക്ഷെ ആ ഉടുപ്പിട്ടിട്ട് അവള് പോയത്. ദൈവം വിശ്വസ്തനാ. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ
അത് കാണാതെ നിന്റെ കണ്ണടയത്തില്ല. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ നീ ഈ ലോകത്തിൽ നിന്ന് പോകത്തില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന്, ദേശം കൈവശമാക്കുമെന്ന്, ആമേൻ, വിടുവിക്കപ്പെടുമെന്ന്, പത്മോസിൽ നിൽക്കുമെന്ന്, ഹല്ലേലൂയ, കൈസറുടെ മുമ്പിൽ നിൽക്കുമെന്ന്, വാഗ്ദത്ത ദേശത്ത് നിൽക്കുമെന്ന് ഒരു വാഗ്ദത്തം നിന്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ എന്റെ പൊന്നു പിതാവേ, മാതാവേ, നീ അത് കാണാതെ നിന്റെ കണ്ണടയത്തില്ല. വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. വാഗ്ദത്തം എന്ത് ചെയ്താൽ മതി? ഒരു എക്സാം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ PG വർഗീസ് ഉണ്ട്. ഞാനൊരു ആദ്യത്തെ ദിവസം പ്രസംഗിക്കുന്നു, രണ്ടാം ദിവസം PG വർഗീസ് പ്രസംഗിക്കും. 2 ദിവസത്തെ കൺവെൻഷനാണ്. ആദ്യത്തെ ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ രാജ്യത്തായത് കൊണ്ട് ഞാൻ അവിടെ നിന്നു. PG വർഗീസിൻ്റെ മെസ്സേജിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആത്മാവിൽ പറഞ്ഞു, മക്കളില്ലാത്തവർ മുമ്പോട്ട് വരിക, പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോൾ പല കുടുംബങ്ങളും മക്കളില്ലാത്തവർ മുമ്പോട്ട് വന്നു. ഒരു കുടുംബത്തെ നോക്കി എല്ലാവരെയും നോക്കി പ്രാർത്ഥിച്ചിട്ട് വിട്ടിട്ട് ഒരു ബ്രദറിനോട് ചോദിച്ചു, നിനക്ക് ആണ് വേണോ പെണ്ണ് വേണോ? ആണ് വേണോ പെണ്ണ് വേണോ? ഞാൻ അടുത്ത് നിൽപ്പുണ്ട്, എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് വലിയ ഇത് കണ്ടില്ല. അപ്പോൾ ഈ ഫാമിലി ആവശ്യക്കാരായതുകൊണ്ട് അവർ പറഞ്ഞു പെണ്ണിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറയുക, ഈ ദൈവദാസൻ പറയുക, നീ തിരിച്ചു പോകുമ്പോൾ ഒരു കടയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടെ ചെന്ന് നീ ഒരു പെണ്ണിൻ്റെ ഉടുപ്പ് എന്ത് ചെയ്യണം, വാങ്ങിക്കണം. എന്നിട്ട് നീ വീട്ടിൽ പോകണം. എന്നിട്ട് അത് അലമാരി കൊണ്ട് വെച്ചേരം ആ ഉടുപ്പ് ആ കൊച്ചിടുമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയരെ, അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൽ, ആ ഉടുപ്പ് വാങ്ങിച്ച കുടുംബത്തിൽ 2 പെൺപിള്ളേരെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. അവർക്ക് കൊച്ചുണ്ട എത്ര വർഷം കഴിഞ്ഞറിയോ? 8 വർഷം കഴിഞ്ഞ്. ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം, വർഷങ്ങൾ പഴക്കമുള്ള നിന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ 17-ാം ദിവസം ജീവൻ വെക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. അതുകൊണ്ട് ഈ വല്ലാത്ത കാറ്റിനെ കണ്ട് നീ പേടിക്കരുത്. ഹല്ലേലൂയ. ഡൊമീഷ്യൻ ചക്രവർത്തി ഉണ്ടാക്കിയ ആ വറച്ചട്ടി കണ്ട് നീ പേടിക്കരുത്. ഹല്ലേലൂയ. കനാൻ ദേശത്തെ അനാക്യന്മാരെ കണ്ട് നീ പേടിക്കരുത്. ദൈവം നിന്നോട് എന്തു പറഞ്ഞു? നിന്റെ ഉടമസ്ഥൻ നിന്നോട് എന്തു പറഞ്ഞു? അത് കാണു, നീ ആത്മാവിൽ കാണ്. ഇന്ന് രാവിലെ അത് സംഭവിക്കാൻ പോകുകയാ. ഈ 17-ാം ദിവസം ഇത്ര ശക്തിയോടെ ഞാൻ ശുശ്രൂഷിക്കുന്നില്ലേ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അതുകൊണ്ട് പുറങ്കാല് കൊണ്ട് ചവിട്ടാതെ ആത്മാവി ഞാൻ ദൂത് കൈമാറുകയാണ്. നിന്റെ മേലുള്ള വാഗ്ദത്തം ജീവിക്കൂ. വിശ്വസിക്കാമോ? സാമേ, വിശ്വസിക്കാമോ? വാഗ്ദത്തം നിങ്ങൾ കാണും. നിങ്ങൾ ആ വല്ലാത്ത കാറ്റിനെ ഇനി നമ്മൾ നോക്കരുത്. ഡൊമീഷ്യന്റെ വറച്ചട്ടി ഇനി നോക്കരുത്. കനാൻ ദേശത്ത് ചെല്ലുമ്പോഴുള്ള അനാക്യ മല്ലന്മാരെ എന്ത് ചെയ്യരുത്? കേട്ടോ പാസ്റ്ററേ, മല്ലന്മാരെ നോക്കരുത്. വാഗ്ദത്തത്തെ നോക്ക്. പൗലോസ് നോക്കിയത് ആരെയാ? തൻ്റെ ഉടമസ്ഥനെ. എന്താ ഉടമസ്ഥൻ പറഞ്ഞേ? നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഇരുട്ടിനെ നീ എന്ത് ചെയ്യരുത്. ഉണ്ടോ എൻ്റെ കൂടെ? ഇന്ന് നീ സൂര്യനെ കണ്ടില്ലെന്ന് വന്നേക്കാം, നക്ഷത്രങ്ങളെ കണ്ടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ പറയാം, ഇന്ന് നിന്റെ സ്രോതസ് മുഴുവനും അടഞ്ഞിട്ട് കാണേണ്ട പലതും, കൊതിച്ച പലതും നിന്റെ മുമ്പിൽ ഇരുട്ടായി കിടക്കുകയായിരിക്കും. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് പറയണം, ഞാൻ ഒരു സൂര്യനെ കാണും, ഞാനൊരു വാഗ്ദത്തം കാണും. വിശ്വസിക്ക്, കണ്ണടയ്ക്ക്, പ്രാർത്ഥിക്കാം.